يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി നാം ഓരോരുത്തരോടായി ഉണർത്തുകയാണ്, ഉപദേശിക്കുക. ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ചാനലുകളിലും പത്രമാധ്യമങ്ങളിലുമൊക്കെ നമ്മളൊക്കെ അറിഞ്ഞ ഒരു വിവരം, ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ബാങ്കിലെ കടബാധ്യതയുമായി ബന്ധപ്പെട്ട വാർത്തകളായി. ആ വാർത്തകളിൽ പലപ്പോഴും അതിൽ നല്ല നല്ല സംസാരങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ സാധിച്ചു. ഒരു വേള നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന, അഭിമാനിക്കാൻ കഴിയുന്ന പലതും അതിലുണ്ട്. കാരണം ഇന്നത്തെ രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുമ്പോൾ പലരും ആ രാഷ്ട്രീയ പ്രവർത്തനം തങ്ങളുടേതായ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി അഴിമതിയും മറ്റും നടത്തിക്കൊണ്ട് വലിയ വലിയ സമ്പന്നന്മാരാകുന്ന ഒരു കാലഘട്ടത്തിൽ നിസ്സാരക്കാരായിരുന്ന ആളുകൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കോടികളുടെ ആസ്തിയുള്ളവരായി മാറുന്ന ഒരു കാലഘട്ടത്തിൽ ഈ രാഷ്ട്രീയ നേതാവിനും അദ്ദേഹത്തിന്റെ പിതാവിന്റെയൊക്കെ ഒരു ജീവിതം മറ്റു സമൂഹങ്ങൾക്ക് മാതൃക നൽകുന്ന, അവർ പോലും അഭിമാനത്തോടെ പറയുന്ന വർത്തമാനങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കണ്ടതാണ്. അതൊരു നല്ല കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കടത്തെ ഏറ്റെടുക്കാൻ തയ്യാറായ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന്റെ നടപടികളും അതും അഭിമാനിക്കാവുന്ന, തന്റെ സഹജീവികളോടുള്ള സ്നേഹത്തിന്റെ, കരുതലിന്റെ വർത്തമാനമായി നമുക്ക് വാനോളം പാടിപ്പുകഴ്ത്താൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഗൗരവതരമായി നമ്മൾ പഠിക്കേണ്ട ചില പാഠങ്ങൾ അതിൽ കാണാൻ സാധിക്കും. അതിലൊന്ന്, നമ്മെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇത്തരത്തിലുള്ള സഹായങ്ങളുമൊക്കെ നടക്കുമ്പോഴൊക്കെ പലിശ എന്ന് പറയുന്ന ഒരു കാര്യം, ഒരു മുസ്ലിമായ ഒരു രാഷ്ട്രീയക്കാരനാണ് ആ പലിശയിൽ ബന്ധപ്പെട്ടത് എന്നും ആ കടം വീട്ടാൻ വേണ്ടി പ്രവർത്തിച്ചതും ഒരു മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്നുള്ളതുമൊക്കെ, കടത്തിന്റെ കാര്യത്തിൽ പലിശയുമായി ബന്ധപ്പെടേണ്ടതിന്റെ ഗൗരവത്തെ നമ്മൾ കുറച്ച് കാണാൻ പാടില്ല. ഇതൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ചില ആളുകൾ അതൊന്നും ഒരു ചർച്ചയല്ല, പലിശ ഒരു കുഴപ്പമില്ല എന്നൊരു ധാരണയിലേക്ക് വരേണ്ടതില്ല. പലിശയെ ഗൗരവമായിട്ട് കാണും. പലിശ തിന്നുന്നവരെയും പീഡിപ്പിക്കുന്നവരെയും അള്ളാന്റെ റസൂല് ശപിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞത്. അള്ളാന്റെ റസൂലിന്റെ ശാപം കിട്ടിയ പ്രവർത്തനമാണ് പലിശ എന്നുള്ളത്. അതിനെത്ര വെള്ളപൂശാൻ ശ്രമിച്ചാലും, അതിനെത്രത്തോളം വേറെ ഏതെങ്കിലും മാനവികത നൽകാൻ ശ്രമിച്ചാലും, പലിശ അള്ളാന്റെ റസൂല് വളരെ ഗൗരവത്തോടെ പറഞ്ഞുവെങ്കിൽ ആ പലിശയുടെ ഗൗരവത്തെ നമ്മൾ കാണേണ്ടതുണ്ട്. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അഹദുൻ അക്തറു മിന റിബ ഇല്ലാ കാന ആഖിബത്തു അംരിഹി ഇലാ കില്ല. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പലിശ എത്ര അധികരിച്ചാലും ശരി, ആ പലിശയെ സംബന്ധിച്ചിടത്തോളം അത് മനുഷ്യരിൽ എന്തുണ്ടാക്കും? അതിന്റെ അവസാനം ദാരിദ്ര്യത്തിലേക്ക്, ഇല്ലായ്മയിലേക്ക് എത്തിക്കുമെന്നാണ് പ്രവാചകൻ സംസാരിച്ചത്. ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും, ആ രൂപത്തിൽ വലിയ അഭിമാനത്തോടെ ജീവിച്ചൊരു മനുഷ്യനെ സമൂഹത്തിന്റെ മുമ്പിൽ മറ്റുള്ളവരുടെ സഹായം കിട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു പറഞ്ഞ ഈ ഒരു അവസ്ഥയാണ്, പ്രവാചകൻ പഠിപ്പിച്ചൊരു കാര്യമാണ്. നമ്മൾ പലിശയും കൊണ്ട് എത്ര വികസിപ്പിക്കാൻ ശ്രമിച്ചാലും വലുതാകാൻ ശ്രമിച്ചാലും ഒക്കെ അത് ദാരിദ്ര്യത്തിലേക്കും ഇല്ലായ്മയിലേക്കുമാണ് കൊണ്ടുപോകുക എന്നുള്ളത് കൊണ്ട് നമ്മളൊക്കെ പലിശയിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള താല്പര്യം കാണിക്കണം. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ബാധ്യതയിലേക്ക് വരാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ജീവിതത്തിലെ ആർഭാടങ്ങൾക്ക് വേണ്ടി നടത്തിയ പ്രവർത്തനമാണ്. ഏതെങ്കിലും ഒരു സമൂഹത്തിന് വേണ്ടി ചിലവഴിച്ചതല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ കല്യാണങ്ങളൊക്കെ ആർഭാടങ്ങളായി മാറുകയും അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹികും അംവാലുകും വഔലാദുകും അൻ ദിക്രില്ലാ. അല്ലാഹുവിന്റെ ദിക്റിനെ തൊട്ട് നിങ്ങളുടെ മക്കൾ എത്ര വലിയ ആർഭാടം നടത്താൻ പറഞ്ഞാലും, എത്ര ആഘോഷം നടത്താൻ പറഞ്ഞാലും, റബ്ബിനെ നിരക്കാത്ത പ്രവർത്തനം ചെയ്ത് പലിശയുടെ കാശുമെടുത്ത് ആഘോഷം സംഘടിപ്പിച്ച് കല്യാണങ്ങൾക്ക് ബഹുകേമമാക്കുന്ന ആളുകൾ ഇന്ന് മുസ്ലിം ഉമ്മത്തിലുണ്ട്, വിശ്വാസ സമൂഹത്തിലുണ്ട്. അതൊക്കെ കൊണ്ടുപോയി എത്തിക്കുന്നത് വലിയ ദുരന്തങ്ങളിലേക്കാണ്. ദുരഭിമാനമാണ് പ്രശ്നം. അഭിമാനം നടിക്കുക. നേരത്തെ പരസ്പരം പെരുമ നടിക്കൽ, ആളുകളുടെ മുമ്പിൽ ഞാൻ വലിയ ആളാണെന്ന് കാണിക്കാൻ, അതിനെത്ര കടം മേടിച്ചാണെങ്കിലും നടത്താൻ ശ്രമിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ദുരന്തം വലിയ ദുരന്തമായിരിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്റെ കഴിഞ്ഞ യാത്രയിൽ ഉണ്ടായ ഒരു അനുഭവം അതുകൂടി ഇതിനോട് ചേർത്തു പങ്കുവെക്കുകയാണ്. സ്റ്റുഡ്ഗഞ്ച് എന്ന് പറയുന്ന ആൻഡമാനിലെ ഒരു പഞ്ചായത്താണ്.
ആ പഞ്ചായത്ത് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് ജനങ്ങളെല്ലാവരും കൂടിയാണ്. പഞ്ചായത്ത് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കണ എല്ലാവരും കൂടിയാണ്, നമ്മുടെ നാട്ടിലെ പോലെയല്ല. അത് വിഭിന്നമാണ്. ചെന്നൈയിലൊക്കെ തെരഞ്ഞെടുക്കും, മേയറെ തെരഞ്ഞെടുക്കുന്ന പോലെയാണ്. ആ തെരഞ്ഞെടുത്ത വ്യക്തി അദ്ദേഹത്തിന്റെ പ്രത്യേക നാട്ടിലുള്ള മുഴുവൻ ആളുകളും, ഒരു എതിരാളി ഉണ്ടായില്ല. അയാൾക്ക് കേടിയായിട്ട്, നമ്മുടെ നാട്ടിലൊക്കെ ചില പാർട്ടി ഗ്രാമങ്ങൾ ഉണ്ടാകും, ഗുണ്ടായിസം കാണിച്ച് എതിരാളികളില്ലാത്ത പല ഗ്രാമങ്ങളും കാണും. പക്ഷെ ഇതങ്ങനെയല്ല. അവിടുത്തെ ജനങ്ങളെല്ലാവരും താങ്കൾക്ക് എതിര് നിൽക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ നിർത്തുകയാണ്. വെറും ലാളിത്യപൂർണമായ ജീവിതം, ഒരു ആർഭാടമില്ല. അദ്ദേഹവുമായി സംസാരിച്ചുകൊണ്ടേ പറയാണ്, മറ്റുള്ളവർ പറഞ്ഞ ആ നാട്ടിലുള്ള ഒരാൾ പോലും അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞില്ല. അദ്ദേഹത്തെ നേരിട്ട് കണ്ടപ്പോഴും കണ്ടത് ലാളിത്യാണ്. അദ്ദേഹവും പറഞ്ഞു, നമ്മൾ എന്തിനാ ആളെ കാണിക്കാൻ വേണ്ടി അത് കൊടുത്ത് വലിയ കതറുവിട്ട് വലിയ ഉടുപ്പിട്ട് വലിയതൊക്കെയാണ്. ഞാനൊരു സാധാരണക്കാരൻ, എന്നെ ആ സാധാരണത്തിൽ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ചെയ്തോട്ടെ. ഞാൻ രാഷ്ട്രീയത്തെ കാണുന്നത് പൊതുപ്രവർത്തനത്തിനാണ്, ആളുകളെ കാണിക്കാനല്ല. ഇങ്ങനെയുള്ളവരും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി കൂടി അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലൊക്കെ ഈ പലിശയും അതുപോലെ ആർഭാടങ്ങളൊക്കെ ഒഴിവായി നമ്മൾ ജീവിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ആരുടെ മുമ്പിൽ ഈ അഭിമാനത്തിൽ പണയം വെക്കേണ്ടി വരില്ല, ആരുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരില്ല. ഈ കൈ നീട്ടി വാങ്ങുന്നത് അത്ര നല്ലതല്ല. അതുകൊണ്ട് അതൊരു നല്ല കാര്യമായി ആരും ഇതിനെ ചിത്രീകരിക്കരുത്. ഞാനൊരു വ്യക്തിയെ പറയാൻ വേണ്ടി പറഞ്ഞല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതിനെ പലിശ എന്ന് പറയുന്നത് നിസ്സാരമായി കാണരുത് എന്നും കൂടി ഉണർത്താൻ വേണ്ടിയാണ് ഇത് സംസാരിച്ചത്. അല്ലാഹു കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.